എന്താണ് പുതിയ പൗരത്വ ഭേദഗതി ബിൽ? 1955 പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ ബിൽ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം. സുപ്രധാന മാറ്റം എന്നത് മുൻപ് കുറഞ്ഞത് 11 വർഷം രാജ്യത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്. എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 വർഷമായി ചുരുക്കും. ആർക്കെല്ലാം ഈ നിയമം ബാധകമാകില്ല? ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം, മേഘാലയ, മിസോറാം, ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ബിൽ ബാധകമാകില്ല. അരുണാചൽ, മിസോറാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിൻ്റെ പരിധിയിൽ വരില്ല. പരിശോധനാക്രമം: ഓരോ അപേക്ഷയും അതത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം. സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം. ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൗരത്വം നൽകുകയുള്ളൂ. സെക്ഷൻ 6B പ്രകാരം ആർക്കെല്ലാം പൗരത്വത്തിന് അപേക്ഷിക്കാം? ഇന്ത്യയിൽ വേരുകളുള്ള വ്യക്തി, ഇന്ത്യൻ പൗരത്വമുള്ളയാളെ വിവാഹം ചെയ്ത വ്യക്തി, ഇന്ത്യൻ പൗരൻ്റെ പ്രായപൂർത്തിയാകാത്ത കുട്ടി, ഇന്ത്യൻ പൗരത്വമുള്ള മാതാപിതാക്കളുള്ള വ്യക്തി, അപേക്ഷകനോ മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലുമോ മുൻപ് സ്വതന്ത്ര ഇന്ത്യയിലെ പൗരത്വമുണ്ടായിരുന്നുവെങ്കിൽ, വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരൻ എന്ന ഔദ്യോഗിക അംഗീകാരമുള്ള വ്യക്തി തുടങ്ങിയവർക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്.